നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ഗോദയിൽ സജീവമായി. ഇടതു സ്ഥാനാർത്ഥികൾ രണ്ടാംഘട്ട പ്രചരണത്തിൽ ചുവടുറപ്പിക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് അസഹ്യമാവുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനത്തിൽ പ്രതീക്ഷ വയ്ക്കുമ്പോൾ ബിജെപിക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി നടക്കുന്ന പൊട്ടിത്തെറിയും ചെറുതല്ല. കാണാം സ്പെഷ്യൽ പ്രോഗ്രാം തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ. 20 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശകലനവുമായി പീപ്പിൾ വാർത്താ സംഘം പ്രേക്ഷകർക്ക് മുന്നിലുണ്ട്. ജനങ്ങൾ വിധികർത്താക്കളാകുന്നതാണ് ജനവിധി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഓരോ പുരോഗതിയും സംബന്ധിച്ച് ജനങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. അപ്പോൾ പിന്നെ കോൺഗ്രസ് ബിജെപി സ്ഥാനാർത്ഥി പട്ടിക നീണ്ടുപോയത് LDFന് ഗുണം ചെയ്യുമോ എന്ന ചോദ്യത്തിന് ജനങ്ങൾ വ്യക്തമാക്കുന്ന നിലപാടറിയാം ഇന്നത്തെ ജനശബ്ദത്തിലൂടെ. കോൺഗ്രസിന്റെയും ബിജെപിയുടെയും സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത് LDFന് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാണ്? ബിജെപിയുടെ കാര്യം അവിടെ വലിയ അടി നടക്കുകയല്ലേ. ഇപ്പോൾ KS സുരേന്ദ്രൻ എന്ന് പറയുന്ന ആള് ബിജെപിയുടെ നേതാവ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി ജയിലിലൊക്കെ കിടന്നു. ഒരു വലിയ ജയിക്കുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ കുറേ സീറ്റ് വോട്ട് പിടിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സീറ്റിന് വേണ്ടി നിന്നു. അവർക്കൊന്നും സീറ്റായിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ തർക്കത്തിൽ കണ്ണന്താനം ഇപ്പോൾ സീറ്റിന് വേണ്ടി ഓടുകയാണ്. അങ്ങനെയുള്ള കുറേ തർക്കങ്ങളുടെ പേരിലാണ് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക നീണ്ടുപോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ബിജെപിയുടെ കാര്യം കേരളത്തിൽ പ്രസക്തമേ അല്ല. ജനങ്ങളൊന്നും ബിജെപിയുടെ കാര്യം ചിന്തിക്കുന്നില്ല. അവിടെ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക വൈകിയാൽ എന്താണ്, നേരത്തെ വന്നാൽ എന്താണ്, ആ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. UDFന്റെ അത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമല്ലേ. അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് തർക്കങ്ങൾ, ഓരോരുത്തർക്ക് സീറ്റ് വേണമെന്നുള്ള തമ്മിലടികളും, അത് ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് LDFന് ഗുണകരമായിട്ട് വരുള്ളൂ. പൊതുവിൽ ദോഷമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ദോഷം ഉണ്ടാക്കും, കോൺഗ്രസിന് ദോഷം ഉണ്ടാക്കും തന്നെയാണ്. ഇതുവരെയും സ്ഥാനാർത്ഥി പട്ടിക ഇത് പുറത്തുവിടാൻ പറ്റാത്ത ദോഷം തന്നെയാണ്. അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇതുവരെയും ആ ഒരു പ്രശ്നത്തിന് അവർക്കൊരു ഇത് കാണാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ചയായിട്ട് തന്നെയാണ് തോന്നുന്നത്. സംസ്ഥാനത്തൊട്ടാകെ UDFന്റെ സ്ഥാനാർത്ഥിത്വത്തിലെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ LDFന് തന്നെ ഗുണം ചെയ്യും. ഇപ്പോഴും 4 സീറ്റിൽ ഏതാണ്ട് ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിച്ചിടത്ത് തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒക്കെ തന്നെ തർക്കങ്ങളും പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുന്നു. BJPയുടെ തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇടതുപക്ഷം പ്രഖ്യാപിച്ച അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പം 2 വട്ടം വീടുകളൊക്കെ സ്കോഡ് കയറി ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും അത്തരത്തിലേക്കുള്ള ഇത് വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് അത് തീർച്ചയായും വളരെ മുന്നേറ്റം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഈ തെരഞ്ഞെടുപ്പിൽ 1ാം ഘട്ടം യഥാർത്ഥത്തിൽ ഇടതുപക്ഷം വിജയിച്ചിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ കവറപ്പ് ചെയ്യാൻ സാധിക്കും? കാരണം ഒന്നാമത് രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ പ്രളയമടക്കമുള്ള വിഷയങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റ് ആർക്ക് എതിർ പാർട്ടികൾക്ക് പോലും അസൂയാവഹമായിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ഓൾറെഡി പെട്ടെന്ന് ആരും ഘടകകക്ഷി ഒന്നും നോക്കാൻ പെട്ടെന്ന് അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മറ്റവർക്കൊന്നും അത് സാധിച്ചിട്ടില്ല. അവരിപ്പോഴും സ്ഥാനാർത്ഥികൾ ഇതേവരെ ആരും ആയിട്ടില്ല, ചിഹ്നങ്ങളായിട്ടില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന ആ ഗുണം LDFന് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അവരെ പ്രചരണവും ആദ്യ റൗണ്ട് കഴിഞ്ഞു, 2ാം റൗണ്ട് പല മണ്ഡലങ്ങളും 2ാം റൗണ്ട് തുടങ്ങി ഏകദേശം ഒരു മധ്യം എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ UDFന്റെ ഈ പ്രകടന പത്രിക ഇന്ന് നാളെ അല്പസമയം വൈകുന്നേരം രാത്രി അങ്ങനെ കഴിഞ്ഞ് പോയിട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞ് പ്രഖ്യാപിക്കുന്ന പറയണത് എന്താണെന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും ഇത് LDFന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. BJPന്റെ കാര്യം പറയാത്തതാണല്ലോ. BJP ഇപ്പോഴും എന്തായി എന്നുള്ളത് ആർക്കും അറിയില്ല. BJPന്റെ സ്ഥാനാർത്ഥി പട്ടികയെ പറ്റിയിട്ട് പല അഭിപ്രായങ്ങളും കേൾക്കുന്നുണ്ട്. ഇനി കോൺഗ്രസ് നിന്ന് ആരെങ്കിലും വരാണെങ്കിൽ അവർക്കും കൂടി കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ KV തോമസിൻ്റെ ഒക്കെ കാര്യം കണ്ടല്ലോ. ഇതേ അവസ്ഥയിൽ ഇനിയിപ്പോൾ എന്തായാലും ഇതൊരു കാര്യമുണ്ട്, ഇവരെ ഈ സ്ഥാനാർത്ഥി പട്ടിക വഴുകുന്നത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗുണം ചെയ്യും എന്നാണ് നമുക്കൊരു ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പറ്റിയിട്ട് ഇങ്ങനെ ദൂരെ നിന്ന് നോക്കി കാണുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. LDFന്റെ മുഴുവൻ 20 സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞതുകൊണ്ട് കേരളത്തിലാകെ LDF സ്ഥാനാർത്ഥികൾ ഫസ്റ്റ് പര്യടനം കഴിഞ്ഞ് അത് LDFന് ഗുണം ചെയ്യും. ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരും സ്ഥാനാർത്ഥി നിർണയത്തിലെ ആശങ്കകളുമൊക്കെയാണ്. വടകര സീറ്റിൽ ആര് മത്സരിക്കും? വടകരയിൽ ദുർബല സ്ഥാനാർത്ഥി പാടില്ല എന്ന ആവശ്യമാണ് മലബാറിലെ മറ്റ് UDF സ്ഥാനാർത്ഥികൾക്ക് ഉള്ളത്. അതേസമയം സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി BJPയിൽ പൊട്ടിത്തെറിക്ക് കളമൊരുങ്ങുകയാണ്. സ്ഥാനാർത്ഥികളുടെ അതൃപ്തി പരിഹരിക്കാൻ പട്ടികയിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തി BJP സംസ്ഥാന നേതൃത്വം ഒരു വശത്ത്, അതൃപ്തി രേഖപ്പെടുത്തി സ്ഥാനാർത്ഥികളും. ആശങ്കകളും വാദപ്രതിവാദങ്ങളും കടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ നിലപാടുണ്ട് നേതാക്കൾക്ക്. നോക്കാം നേതാവിന്റെ വാക്ക്. ഒരു കാര്യം എനിക്ക് പറയാം, ഈ SDPI എന്ന് പറഞ്ഞാൽ ലോകത്ത് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അവര് പറയുന്നതിലല്ല എന്റെ വിശ്വാസം. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ് എനിക്ക് വിശ്വാസമാണ് തോന്നുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രശ്നമൊന്നുമില്ല.
ഇനിയും എപ്പോഴും ഇതുപോലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. SDPI പോലുള്ള പാർട്ടികൾ, വർഗീയ സംഘടനകൾ, തീവ്രവാദികൾ അവരെല്ലാം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇതിനൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ഇന്നലെ അച്യുതാനന്ദ പ്രസംഗിച്ചു, അത് കോൺഗ്രസിന്റെ അറിവോട് കൂടിയാണ് എന്ന് ഇന്നലെ അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നു. കോൺഗ്രസ് പോയിട്ട് ഈ പാവം തങ്ങള് പോലും അതറിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇവരെ യാദൃച്ഛികമായി കണ്ടു. തീവ്രവാദം, ഭീകരവാദം, ഫാസ്റ്റ് ശക്തികൾ, വർഗീയത, ഇതിനെല്ലാം തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചുള്ള മുൻകാല തീരുമാനങ്ങൾ മുസ്ലിം ലീഗ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും ആ തീവ്രവാദ പ്രസ്ഥാനം ഇവിടെ വരാൻ പാടില്ല, അവർ മുളയിൽ തന്നെ മുഴണമെന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നു. അതുകൊണ്ട് അവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വെറും നുണപ്രചാര വേലകൾ മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ധാരാളം നുണപ്രചാര വേലകളും നുണച്ചാട്ടും ഉണ്ടായിത്തീരുമെന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതെല്ലാം നാം ശരിക്കും കണക്കിലെടുക്കേണ്ടത്. വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപനം ഉണ്ടാവുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം തന്നെ ഉള്ളത്. ധാരണയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ഉണ്ടാകാൻ എന്തെങ്കിലും സീരിയസ് ആയ വല്ല പ്രശ്നം വേണ്ട. ഹൈക്കമാൻഡ് ഞങ്ങൾ അന്ന് തന്നെ വിട്ടല്ലോ. 4 സീറ്റ് ഹൈക്കമാൻഡ് വിട്ടു എന്ന് പറഞ്ഞില്ലേ? ആ തീരുമാനം ഇന്ന് അനൗൺസ് ചെയ്യും കേട്ടോ. തെരഞ്ഞെടുപ്പിൽ വാക്പോരും വാദപ്രതിവാദങ്ങളും എല്ലാം അവിഭാജ്യ ഘടകങ്ങൾ തന്നെയാണ്. സാഹചര്യം എന്തായാലും വിജയത്തിൽ കുറച്ചൊന്നും സ്ഥാനാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാണാം പോരാട്ടവീര്യം സ്ഥാനാർത്ഥികളുടെ വാക്കുകളിൽ. ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി എങ്ങും എവിടെയും ആവേശകരമായ പ്രതികരണമാണ് ഇതുവരെ അനുഭവപ്പെട്ടത്. മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ഏറ്റെടുക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് അനുഭവപ്പെടുകയാണ്. മണ്ഡലത്തിൽ ഉരുളുണ്ട്. പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായപ്പോൾ മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഓടിയെത്താൻ പരിശ്രമിച്ചിട്ടുണ്ട്. ആബാലവൃദ്ധം ജനങ്ങൾ പൊതുവെ വന്ന് സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഇന്നലെ ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി നിന്നിരുന്ന ആളുകൾ പോലും ഇന്ന് UDFന്റെ അനുഭാവികളുള്ള ആളുകൾ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ വേണ്ടി ആത്മാർത്ഥമായി രംഗത്ത് വരുന്ന പൊതുവെ ആവേശകരമായ ഒരു അന്തരീക്ഷം ആണ് അനുഭവപ്പെട്ടത്. അത് സ്വാഭാവികമായി വിജയം സുനിശ്ചിതമാക്കാനുള്ള ഒരവസരവും സൃഷ്ടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ആര് സ്ഥാനാർത്ഥിയായാലും അത് LDFന്റെ വിജയസാധ്യതയെ ബാധിക്കുന്നതല്ല. കോൺഗ്രസിലുണ്ടായ പ്രശ്നങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകന്മാരിൽ മനമെടുപ്പുണ്ടാക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സ്ഥാനാർത്ഥി ആരായാലും അത് LDFനെ ബാധിക്കുന്നതല്ല. LDF ഇതര വോട്ടുകൾ ഉൾപ്പെടെ LDFന് ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ തന്നെയുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അവർ പോയി അതിനുശേഷം അവർ സമ്മതിക്കുകയും ചെയ്തു. അപ്പം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വേറെ ആരുമില്ലെങ്കിലും പലപ്പോഴും പറയാറുണ്ട്, കോൺഗ്രസ് പോലും ഞങ്ങളെ പിന്തുണക്കേണ്ടതില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് ജയിക്കുമെന്ന് പറയാറുള്ളവരാണ്. അപ്പം അവർക്ക് ഇപ്പോൾ ഇത്തരം വർഗീയ ശക്തികളുടെ ഉൾപ്പെടെ മതതീവ്രവാദികളുടെ ഉൾപ്പെടെയൊക്കെ പിന്തുണ വേണം എന്ന് പറയുന്നത് തീർച്ചയായും ഈ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു വിജയം കൂടിയാണ്. ആ നിലയിലേക്ക് മലപ്പുറം ജില്ലയെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു വിജയം എന്നുള്ള നിലയിലാണ് അതിനെ കാണുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത്. എല്ലാ ഘടകങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയുണ്ട്. ആ ആളുകളുടെ വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സഹായവും ഈ പ്രാവശ്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. 100% ഈ പാർലമെന്റ് മണ്ഡലം ഐക്യമുന്നണിക്ക് അനുകൂലമാണ്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ വിഷയങ്ങൾ, വികസന വിഷയങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങളാണ് എന്ന് ആളുകൾ ഇങ്ങോട്ട് വന്ന് പറയുന്ന അനുഭവമാണുള്ളത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്ന ഈ സ്വീകാര്യത നിശ്ചയമായിട്ടും മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. കർഷകരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട പരിഗണനയും
അവർക്ക് ലഭിക്കേണ്ട, അവരുടെ വിളകൾക്ക് ലഭിക്കേണ്ട ന്യായമായിട്ടുള്ള വിലയും ഉറപ്പുവരുത്തുവാൻ കഴിയണം. ദേശീയ തലത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കാർഷിക നയം ആ രീതിയിൽ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ജയിക്കുമ്പോൾ നിശ്ചയമായും പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി നടത്തും. ഓരോ ചുവരെഴുത്തും ഓരോ സ്ഥാനാർത്ഥിക്കും നൽകുന്നത് വൻ പിന്തുണയാണ്. അതിനുമപ്പുറം വിജയപ്രതീക്ഷ കൂടിയാണ്. ചുവരെഴുത്തും അതിനോടനുബന്ധിച്ചുള്ള കൗതുക കാഴ്ചകളുമെല്ലാം തിരഞ്ഞെടുപ്പിന്റെ നിറമങ്ങാത്ത കാഴ്ച തന്നെയാണ്. ജീൻസും ടീഷർട്ടും ധരിച്ച് ന്യൂജൻ ലുക്കിൽ വോട്ട് ചോദിക്കാനെത്തിയ സ്ഥാനാർത്ഥിയെ കണ്ട് വോട്ടർമാർക്കും കൗതുകം. മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി VP സാനുവാണ് പതിവ് മുണ്ടും ഷർട്ടും ഒക്കെ ഒഴിവാക്കി ഫ്രീക്കനായി വോട്ട് ചോദിക്കാൻ എത്തിയത്. ജീൻസ് പാന്റും പച്ച ടീഷർട്ടും ഷൂവുമെല്ലാമായി ആകെയൊരു ന്യൂജൻ ലുക്ക്. വോട്ട് ചോദിക്കാനിറങ്ങിയ സ്ഥാനാർത്ഥിയാണെന്ന് കണ്ടാലാരും പറയില്ല. മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി VP സാനുവാണ് അത്ര പരിചിതമല്ലാത്ത കോസ്റ്റ്യൂമിൽ. ഡ്രസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത്ര സിമ്പിളല്ലാത്ത രാഷ്ട്രീയം ചേർന്ന മറുപടി. മാറ്റി നിർത്തലുകൾക്കെതിരെയുള്ള ഒരു ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. മാറ്റി നിർത്തലുകൾക്കെതിരാണ്. ഇപ്പൊ എല്ലാവരും എക്സ്ക്ലൂഷനെ കുറിച്ചാണ് RSS സംഘപരിവാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ എക്സ്ക്ലൂഷനെ ഒഴിവാക്കിക്കൊണ്ട് ഇൻക്ലൂഷനാണ് നമുക്ക് വേണ്ടത്. ഉൾക്കൊള്ളലാണ്. ആ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളലാണ്. എല്ലാവരുടെ സംസ്കാരവും എല്ലാവരുടെ വസ്ത്രരീതിയും എല്ലാം, എല്ലാ ഭക്ഷണവും എന്തും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ആ നിലയിൽ ആണ് ഈ വസ്ത്രം ധരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയുടെ കൊടിയുടെ നിറമാണല്ലോ കുപ്പായത്തിനെന്ന ചോദ്യത്തിനും സാനുവിന് മറുപടിയുണ്ട്. പച്ച വളരെ മനോഹരമായ കളറല്ലേ. ഇപ്പോൾ ഒരു പരിപാടിക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് ഗ്രീൻ റൂമാണെന്നാണ് പറയുന്നത്. ആശുപത്രികളുടെ നിറം ഗ്രീനാണ്. പച്ച ഒരു മോശം നിറമൊന്നുമല്ല. പച്ച ഉപയോഗിക്കാൻ എന്താ പ്രശ്നം? സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിലിറങ്ങിയതു മുതൽ യുവതലമുറയുടെ ആവേശമായി മാറിയിട്ടുണ്ട് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായ VP സാനു. മലപ്പുറവും മാറുമെന്ന ഇടത് പ്രതീക്ഷകളുടെ നിറം കൂട്ടുകയാണ് ഈ ചെറുപ്പക്കാരൻ. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സാലിഹ്, മലപ്പുറം. വയനാടിനെ ചൊല്ലി UDF-ൽ തർക്കം തീർന്നിട്ടില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാലും അത് തുടരും. ഏത് കുറ്റിച്ചോലിനെ നിർത്തിയാലും വയനാട്ടിൽ വിജയിക്കുമെന്നും തിരക്കുകളിൽ മണ്ഡലത്തിലേക്ക് ശ്രദ്ധിച്ചില്ല എങ്കിലും വയനാട്ടിൽ കുഴപ്പമൊന്നുമില്ല എന്നുമുള്ള അജയ് തറയിലിന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും എല്ലാം പരാമർശങ്ങൾ വയനാട്ടിൽ വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. ആളുകൾ കൂടുന്നിടത്തും സോഷ്യൽ മീഡിയയിലും ഇത് പ്രധാന ചർച്ചയാണിപ്പോൾ. വയനാട് കൽപ്പറ്റയിൽ നിന്നുള്ള ചില വർത്തമാനങ്ങളിലേക്ക്. വയനാടിൽ കോൺഗ്രസ് ഒരു കുറ്റിച്ചൂല് നിർത്തിയാലും ജയിപ്പിക്കാവുന്ന അവസ്ഥയുള്ള സ്ഥലമാണ്. വയനാട്ടിലാവുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ അവിടെ മണ്ഡലത്തിൽ പോകുന്ന പോലെ വല്ലപ്പോഴും അവിടെ ചെന്ന് സാന്നിധ്യം അറിയിച്ചാൽ മതി. പല മാറ്റങ്ങൾ സംഭവിക്കാം. ഇനി ആര് വരും എന്നുള്ളത് തന്നെ ജനങ്ങളുടെ കയ്യിലാണ്. അല്ലാതെ ഒരു മുൻകൂട്ടി ആർക്കും ഒരു കരുതൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. വ്യക്തികളെ നോക്കിയാണ് ചെയ്യുള്ളൂ. ക്വാളിറ്റിയുള്ള വ്യക്തികളാണെങ്കിൽ ചെയ്യുള്ളൂ. അങ്ങനെ കുറ്റിച്ചൂലിൻ്റെ വ്യക്തികളൊന്നും ചെയ്തോളൊന്നുമില്ല. പഴയ കാലം എന്നല്ല. വന്ന് പോകാൻ പറ്റുന്ന പ്രതിനിധികൾ മുഖ്യമന്ത്രി മണ്ഡലമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പിന്നെ നമുക്ക് പലപ്പോഴും വളരെ ശക്തിപൂർവമായ പല മണ്ഡലങ്ങളെ പറ്റി ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഏത് കുറ്റിച്ചൂല് നിർത്തിയാൽ ജയിപ്പിക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ആരും കുറ്റിച്ചൂല് നിർത്താറില്ല. ഇല്ല, അതിൽ വസ്തുതല്ല. അതെന്ന് വെച്ചാൽ ഒന്നാമത് ജനങ്ങളൊക്കെ പണ്ടത്തെ പോലെ അല്ല വോട്ട് ചെയ്യുന്നത്, ചിന്തിച്ചിട്ടല്ല വോട്ട് ചെയ്യുന്നത്. പലർക്കും രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. വീടുണ്ടാക്കണേ താമസിക്കാനാണ്, അല്ലാതെ വെക്കാനല്ല. നിങ്ങളിത് ബിസിനസ് ആക്കിയിരിക്കണേ, റിയൽ എസ്റ്റേറ്റ്. മറ്റുള്ള സമയങ്ങളിലൊക്കെ പ്രവർത്തന മണ്ഡലത്തിലുണ്ടാവും. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. മാധ്യമങ്ങൾ വേറെ രീതിയിലേക്ക് എന്താക്കി ഡൈവേർട്ട് ചെയ്തതായിട്ടാണ്. ഇവിടെ നിർത്തുന്ന ഒന്നുകിൽ കോഴിക്കോട് അല്ലെങ്കിൽ ആലപ്പുഴയിൽ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനവാസം നിന്ന് ജയിക്കപ്പെടുന്നാണ്ട് പോയി, പിന്നെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പിന്നെ UDF ജയിക്കുന്നത് നമുക്ക് തോന്നുന്നില്ല. നല്ല ടൈറ്റ് പോരാട്ടം വരും എന്നുള്ള നമ്മളെ. ഓരോ നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ദിശ മാറുകയാണ്. തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. നോക്കാം മറ്റു ചില തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള കാശ് നൽകിയാണ് പ്രദീപ് കുമാറിനോട് തൊഴിലാളി സംഘടനകൾ തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ചത്. തൊഴിലാളി സ്നേഹമാണ് തന്റെ ആത്മവിശ്വാസത്തിനും പ്രസ്ഥാനത്തിനും കരുത്തേകുന്നതെന്ന് പ്രദീപ് കുമാറും പ്രതികരിച്ചു.
തൊഴിലാളി സംഘടനകളുടെ അമരക്കാരന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള പണം നൽകിയാണ് അവർ തൊഴിലാളി സ്നേഹവും കൂട്ടായ്മയും പ്രകടമാക്കിയത്. കാരന്തൂർ മർക്കസിൽ കാന്തപുരത്തെ കണ്ട ശേഷം സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, മിൽമ ഡയറി ഫാം എന്നിവിടങ്ങളിൽ എത്തിയ എ പ്രദീപ് കുമാറിന് തൊഴിലാളികൾ തങ്ങളുടെ വിയർപ്പിൽ പൊതിഞ്ഞ സ്നേഹോപഹാരം കൈമാറി. കോഴിക്കോടിന്റെ വികസനത്തിന്റെ നായകൻ നിന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു അതിവിശിഷ്ട വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം ജയിക്കണം എന്ന വ്യക്തിപരമായ താല്പര്യമുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ യൂണിയന്റെ താല്പര്യമുണ്ട്. കോഴിക്കോട് വികസനത്തിന് വേണ്ടി ഇദ്ദേഹത്തെ തന്നെ MP ആയിട്ട് നിങ്ങളെല്ലാം തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിലും യൂണിയന്റെ ഭാഷയിലും അഭ്യർത്ഥിക്കുന്നു. CWRDM, NIT, ഹാപ്പി ഫാക്ടറി എന്നിവിടങ്ങളിലും അദ്ദേഹം തൊഴിലാളികളെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. തൊഴിലാളി സ്നേഹം നൽകുന്ന ആത്മവിശ്വാസമാണ് തന്റെ കരുത്തെന്ന് എ പ്രദീപ് കുമാർ പറയുന്നു. ട്രേഡ് യൂണിയൻ രംഗത്താണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഒരു ഭാഗം എൻ്റെ പ്രവർത്തനത്തിൻ്റെ. അപ്പോൾ അവരുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ കരുത്ത്. ഞങ്ങളുടെ കരുത്ത് എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിൻ്റെ പിന്തുണയല്ലേ. അതിൻ്റെ മുകളിലേ ഞങ്ങൾ പൊരുതി മുന്നേറുന്നത് എല്ലാ കാലത്തും. അപ്പോൾ അത് മറ്റ് ഏത് വിഭാഗത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണയേക്കാളും ഭയങ്കരമായ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതാണ് തൊഴിലാളികളുടെ നിന്ന് കിട്ടുന്ന പിന്തുണ. അതാണ് ഇന്ന് കിട്ടിയത്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന എ പ്രദീപ് കുമാർ ഇന്ന് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പോരാട്ട വീര്യം ഒട്ടും ചോർന്നു പോകാതെ നിലകൊള്ളുകയാണ്. എന്തായാലും അദ്ദേഹം പോരാട്ടത്തിന്റെ വീതികളിൽ വീണ്ടും പുതിയൊരു MP ആയി മാറാനുള്ള ഒരുക്കത്തിലാണ്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഫിറോഷ് കൂട്ടാളിയുടെക്കൊപ്പം PV ജോഷില. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർക്ക് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ആവേശകരമായ സ്വീകരണം. MP എന്ന നിലയിൽ കർഷക പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട ശ്രീമതി ടീച്ചർക്ക് UDF കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് കണ്ണൂർ ജില്ലയിലെ മലയോര ജനത PK ശ്രീമതി ടീച്ചർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. മലയോര കർഷകർക്ക് വേണ്ടി ശ്രീമതി ടീച്ചർ കഴിഞ്ഞ 5 വർഷം നടത്തിയ ഇടപെടലുകളാണ് ഈ സ്വീകാര്യതയ്ക്ക് പിന്നിൽ. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആലക്കോട്, തിമിരി, തേർത്തല്ലി, കാർത്തികപുരം, കൊട്ടയാട്, ചെമ്പേരി, വഞ്ചിയം തുടങ്ങിയ മേഖലകളിലൂടെയായിരുന്നു പര്യടനം. എല്ലായിടത്തും ലഭിച്ചത് ആവേശകരമായ സ്വീകരണം. വളരെയധികം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ ആവേശവും സന്തോഷവും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും സ്ഥാനാർത്ഥിയോടും നമ്മുടെ മലയോര മേഖലയിലെ ജനങ്ങൾ, കർഷകർ, സുഹൃത്തുക്കൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം അനുഭവപ്പെട്ടത്. ഞായറാഴ്ച ദിവസം ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളെ കണ്ടും ശ്രീമതി ടീച്ചർ പിന്തുണ അഭ്യർത്ഥിച്ചു. ആലക്കോട് സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ആന്റണി ആനക്കല്ല്, ചെമ്പേരി സെന്റ് മേരീസ് ഫെറോന പള്ളി വികാരി ഫാദർ ജോർജ് കാഞ്ഞിരങ്ങാട് എന്നിവരെയും സന്ദർശിച്ചു. ക്രിസ്ത്യൻ ന്യൂനപക്ഷ മേഖലകളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് ടീച്ചറെ സ്വീകരിക്കാൻ എത്തിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് കാസർകോട്ട് കോൺഗ്രസിൽ ഉയർന്ന കലാപം സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഒതുക്കി. അഡ്വക്കേറ്റ് സുബയ്യ റൈക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് പിന്നിൽ DCCയിലെ ചില ഉന്നത നേതാക്കൾ തന്നെയാണെന്ന് DCC ഭാരവാഹികൾ ആരോപണം ഉന്നയിച്ചു. സ്ഥാനാർത്ഥി ആര് തന്നെയായാലും കാസർകോട്ട് LDF മേൽക്കൈ തുടരുമെന്ന് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളിലെവിടെയും ഉയർന്നു വന്നിട്ടില്ലാത്തതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര്. എന്നാൽ കാസർകോട്ടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ആദ്യം മുതൽ സജീവമായി നിന്നതാണ് KPCC അംഗം B സുബയ്യ റൈയുടെ പേര്. പെരിയ ബാലകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, AP അബ്ദുള്ളക്കുട്ടി എന്നിവരുടെ പേരുകൾ പരിഗണിച്ചുവെങ്കിലും സുബയ്യ റൈക്കായിരുന്നു മുൻതൂക്കം. DCC പ്രസിഡന്റ് ഹക്കിം കുന്നിൽ ഇടപെട്ട് സുബയ്യ റൈയുടെ സീറ്റ് നിഷേധിച്ചുവെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് പരാതിയുണ്ട്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ. സുബയ്യ റൈ ജില്ലയിൽ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ ചിലർ കളിച്ചു എന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആരോ ചിലരുടെ വ്യക്തമായ ചില കരുനീക്കങ്ങൾ ജില്ലക്കകത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ വേണ്ടി നടത്തിയെന്ന് ഒരു എല്ലാവർക്കും ഒരു പൊതു സംസാരമുണ്ട്. DCC പ്രസിഡന്റിന്റെ ചില ചെയ്തികളോട് ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. ആ എതിർപ്പ് ഞങ്ങൾ KPCCയോട് ആ എതിർപ്പ് പലപ്പോഴും രേഖപ്പെടുത്തിയതാണ്. സുബയ്യ റൈക്ക് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ കലാപം ഉയർന്നു. 18ഓളം DCC അംഗങ്ങളും ഭാരവാഹികളും രാജിക്കൊരുങ്ങിയെങ്കിലും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഇടപെട്ട് പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തുടക്കം കുറിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം DCC പ്രസിഡന്റിനെ മാറ്റാമെന്ന് ഉറപ്പു ലഭിച്ചതായാണ് പ്രതിഷേധക്കാരുടെ അവകാശവാദം. അതിനാൽ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി തങ്ങൾ രംഗത്തിറങ്ങുമെന്നും അവർ വ്യക്തമാക്കി. പ്രതിഷേധമുണ്ടെങ്കിലും അഡ്വക്കേറ്റ് സുബയ്യ റൈ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. UDF സ്ഥാനാർത്ഥി ആരായാലും LDFിനത് പ്രശ്നമല്ലെന്നും മണ്ഡലത്തിലെ LDF മേൽക്കൈ ഒരു ഘട്ടത്തിലും നഷ്ടപ്പെടില്ലെന്നും സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. ഇവിടെ ആര് സ്ഥാനാർത്ഥിയായാലും അത്
LDFിൻ്റെ വിജയസാധ്യതയെ ബാധിക്കുന്നതല്ല. കോൺഗ്രസിലുണ്ടായ പ്രശ്നങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകന്മാരിൽ മനമെടുപ്പുണ്ടാക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സ്ഥാനാർത്ഥി ആരായാലും അത് LDFിനെ ബാധിക്കുന്നതല്ല. LDF ഇതര വോട്ടുകൾ ഉൾപ്പെടെ LDFിന് ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. കല്യാശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന് ഇന്നലെ ലഭിച്ചത് ഊഷ്മളമായ സ്വീകരണം. ഇന്ന് ഉദുമ മണ്ഡലത്തിലാണ് സതീഷ് ചന്ദ്രന്റെ പര്യടനം. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. ജന്മനാടിന്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി വടകര LDF സ്ഥാനാർത്ഥി P ജയരാജന്റെ മണ്ഡല പര്യടനം. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ എത്തിയതായിരുന്നു P ജയരാജൻ. കൂത്തുപറമ്പ് പാനൂർ മേഖലയിലെ രക്തസാക്ഷി കുടുംബങ്ങളെയും P ജയരാജൻ സന്ദർശിച്ചു. കൂത്തുപറമ്പുകാർക്ക് കുടുംബാംഗത്തെ പോലെയാണ് P ജയരാജൻ. നാടിന്റെ ജനമനസ്സറിഞ്ഞ പ്രിയ നേതാവിന്റെ വലിയ വിജയം കാണാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. വടകരയുടെ ജനമനസ് തേടിയുള്ള P ജയരാജന്റെ പര്യടനം കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ എത്തിയപ്പോൾ എങ്ങും ലഭിക്കുന്നത് സ്നേഹോഷ്മളമായ സ്വീകരണം. 3 തവണ P ജയരാജനെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിയമസഭയിൽ എത്തിച്ച കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ചരിത്രം ആവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. പ്രചരണത്തിൽ P ജയരാജൻ ഏറെ മുന്നിലെത്തിക്കഴിഞ്ഞു. വലിയ നിലക്കുള്ള സ്വീകാര്യതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് ലഭിക്കുന്നത്. അത് പൊതുവിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കൂടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കന്നി വോട്ടർമാരായിട്ടുള്ള ആളുകൾ അവർ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആവേശകരമായിട്ടുള്ള അനുഭവമാണ് ഈ പര്യടനത്തിലുണ്ടായിട്ടുള്ളത്. കൂത്തുപറമ്പ് പാനൂർ മേഖലകളിലെ രക്തസാക്ഷി കുടുംബങ്ങളെയും P ജയരാജൻ സന്ദർശിച്ചു. പാട്യം, മൊകേരി ഈസ്റ്റ്, പാനൂർ, പുത്തൂർ, ചെറുവാഞ്ചേരി, കോട്ടയം സൗത്ത്, കോട്ടയം നോർത്ത്, കൂത്തുപറമ്പ് ഈസ്റ്റ്, കൂത്തുപറമ്പ് വെസ്റ്റ് തുടങ്ങിയ മേഖലകളിലായിരുന്നു വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള പര്യടനം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തെരഞ്ഞെടുപ്പ് പ്രചരണം എപ്പോഴും പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം വലുതാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഗാനങ്ങൾക്കുള്ള പങ്കും നമുക്കറിയാം. അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലെ ഇന്നത്തെ മേളക്കൊഴുപ്പോടെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ അവസാനിക്കുന്നു. നമസ്കാരം.